റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് അയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം. പോയ വാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻസ് അയനാടൻ. സ്ത്രീ എന്ന വിശേഷണത്തിൽ നിന്ന് ട്രാൻസ്ജെൻഡർ സ്ത്രീകളെ ഒഴിവാക്കി UK സുപ്രീം കോടതി. സ്ത്രീയുടെ നിയമപരമായ നിർവചനം സംബന്ധിച്ച് നിർണായകമായ ഒരു വിധിയാണിത്. 2010 സമത്വ നിയമം ട്രാൻസ്ജെൻഡർ സ്ത്രീകൾക്ക് സംരക്ഷണം നൽകണമോ എന്നത് കേന്ദ്രീകരിച്ച് വർഷങ്ങളായി നടന്നിരുന്ന കേസിലാണ് കോടതി വിധി പറഞ്ഞത്. ജന്മന സ്ത്രീയായി ജനിക്കുന്നവർക്ക് മാത്രമേ സ്ത്രീകൾക്കുള്ള ആനുകൂല്യങ്ങൾ നൽകാവൂ എന്ന വാദവുമായി സ്കോട്ട്ലൻഡിൽ നിന്നുള്ള ഒരു കൂട്ടം ആളുകൾ കോടതിയെ സമീപിച്ചിരുന്നു. 2018 കേസിനാസ്പദമായ സംഭവം. എന്നാൽ ലിംഗ തിരിച്ചറിയൽ കാർഡുള്ള ട്രാൻസ്ജെൻഡറിനെ സ്ത്രീയായി പരിഗണിക്കുമെന്ന് സ്കോട്ടിഷ് ഗവൺമെന്റ് അന്ന് ഉത്തരവിട്ടിരുന്നു. 2010 തുല്യതാ നിയമത്തിലെ സ്ത്രീ, ലൈംഗികത എന്നീ പദങ്ങൾ ജൈവിക സ്ത്രീയെയും ജൈവിക ലൈംഗികതയും സൂചിപ്പിക്കുന്നുവെന്ന് UK സുപ്രീം കോടതിയുടെ വിധിയിൽ പറയുന്നു. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ആശങ്ക സൃഷ്ടിക്കുന്ന വിധിയാണ് പുറത്തു വന്നിരിക്കുന്നതെന്നും വിധി ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം സ്ത്രീകൾക്കായുള്ള ആശുപത്രികൾ, സ്പോർട്സ് ക്ലബ്ബുകൾ, വനിതാ അഭയകേന്ദ്രങ്ങൾ എന്നിവ നടത്തുന്നവർക്കും ഈ വിധി വ്യക്തതയും ആത്മവിശ്വാസം നൽകുമെന്ന് UK സർക്കാരിന്റെ പക്ഷം. വിധിയെ വിമർശിച്ചും പിന്തുണച്ചുകൊണ്ടും നിരവധി പേരാണ് രംഗത്തെത്തിയിട്ടുള്ളത്. 2 ന്യൂസ് ഏജൻസികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റോയിറ്റേഴ്സിനും ബ്ലൂബെർഗിനുമാണ് പ്രസ് പൂളിൽ നിന്ന് ഒഴിവാക്കിയതായി വൈറ്റ് ഹൌസ് അറിയിച്ചിരിക്കുന്നത്. ട്രംപിനോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്ന് പ്രസ്താവനകൾ തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്നുമാണ് 2 ന്യൂസ് ഏജൻസികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആർക്കാണ് ട്രംപിനോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനും അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ തത്സമയം റിപ്പോർട്ട് ചെയ്യാനും കഴിയുക എന്നതിൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ വൈറ്റ് ഹൌസ് നീക്കം നടത്തുന്നതായും റിപ്പോർട്ടുണ്ട്. അതേസമയം പ്രസ് പൂളിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ നേരത്തെ അസോസിയേറ്റ് പ്രസ് നൽകിയ കോടതിയലക്ഷ്യത്തിൽ ട്രംപ് ഭരണകൂടത്തിനെതിരെ കഴിഞ്ഞ ആഴ്ച വാഷിംഗ്ടണിലെ ഫെഡറൽ ജഡ്ജ് ഉത്തരവ് ഇറക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വൈറ്റ് ഹൌസിന്റെ പുതിയ തീരുമാനം. ഓവൽ ഓഫീസിലെ മീറ്റിംഗുകളിൽ പ്രസിഡന്റ് നടത്തുന്ന പ്രസ്താവനകൾ തത്സമയം റിപ്പോർട്ട് ചെയ്യാനും അദ്ദേഹത്തിനോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനും കഴിയുന്ന 10ഓളം സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്നതാണ് പ്രസ് പൂൾ. സ്വദേശത്തോ വിദേശത്തോ പ്രസിഡന്റ് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തെ അനുഗമിക്കാനും അത് റിപ്പോർട്ട് ചെയ്യാനും നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനും പ്രസ് പൂളിലെ സ്ഥാപനങ്ങൾക്ക് സാധിക്കും. ഇതിൽ നിന്നുമാണ് റോയിറ്റേഴ്സിനെയും ബ്ലൂബെർഗിനെയും ഒഴിവാക്കിയിരിക്കുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ നടപടികൾ അമേരിക്കൻ ജനതയോടുള്ള കടുത്ത അവഹേളനമാണ് എന്ന് അസോസിയേറ്റ് പ്രസ് പ്രതികരിച്ചു. നാട്ടിലെ വിശേഷങ്ങൾ. ഗുജറാത്തിലെ 2 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് കോൺഗ്രസ്. ആദ്മി പാർട്ടിയുമായി സഖ്യത്തിനില്ല എന്നും സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ ശക്തി സിംഗ് ഗോഹിൽ പറഞ്ഞു. പാർട്ടി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തത്വത്തിൽ കോൺഗ്രസ് ഉപതെരഞ്ഞെടുപ്പുകളിൽ AAPയുമായി അകന്നു നിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അവർ തങ്ങളുടെ കൂടിയാലോചനകൾ നടത്താതെ തന്നെ വിശാവാദർ സീറ്റിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചുവെന്നും ശക്തി സിംഗ് ഗോഹിൽ പറഞ്ഞു. അതേസമയം ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിയിൽ 2 പാർട്ടികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. AAP പാർട്ടിക്ക് ഹരിയാനയിൽ കോൺഗ്രസ് സീറ്റുകൾ നൽകിയെങ്കിലും അത് സ്വീകരിക്കാതെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചതാണ് ഹരിയാനയിൽ കോൺഗ്രസ് പരാജയപ്പെടാൻ കാരണമായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലെ ബറൂച്ച്, ഭാവ്നഗർ മണ്ഡലങ്ങളിൽ AAP പാർട്ടിക്ക് കോൺഗ്രസ് നൽകിയെന്നും ശക്തി സിംഗ് ഗോഹിൽ പറഞ്ഞു. വഖഫ് സ്വത്തുകളിൽ തൽസ്ഥിതി തുടരണമെന്ന ഇടക്കാല ഉത്തരവുമായി സുപ്രീംകോടതി. കേന്ദ്രത്തിന് മറുപടി നൽകാൻ ഒരാഴ്ച സമയം അനുവദിച്ചു. വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട 5 ഹർജികളിൽ വിശദമായ വാദം കേൾക്കുമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ഉപയോഗം വഴി വഖഫ് വസ്തുക്കൾക്ക് ഡീനോട്ടിഫൈ ചെയ്യരുത്. വിശദവാദത്തിന് നോഡൽ കൌൺസിലർമാരെ നിയോഗിക്കുമെന്നും സുപ്രീംകോടതി അറിയിച്ചു. നിയമ ഭേദഗതി സ്റ്റേ ചെയ്താൽ അത് അപൂർവം നടപടിയായിരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ സ്റ്റേ ചെയ്യുമ്പോൾ ചരിത്രം കൂടി പരിശോധിക്കണമെന്നും സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി. ജനങ്ങളോട് മറുപടി പറയേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. ഗ്രാമങ്ങളിലെ ഭൂമിയെല്ലാം വഖഫാക്കി മാറ്റുകയാണ്. ഇത്രയും പരുഷമായ നിലപാട് കോടതി സ്വീകരിക്കരുതെന്നും വിശദമായ മറുപടി നൽകാൻ ഒരാഴ്ചത്തെ സമയം വേണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടു. അതിനെ തുടർന്ന് നിയമം പൂർണ്ണമായി സ്റ്റേ ചെയ്യില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. നിയമത്തിൽ അന്തിമ തീരുമാനമെടുക്കാനല്ല ഇപ്പോൾ വാദം കേൾക്കുന്നത്. നിയമനിർമ്മാണം മൂലം ആർക്കും ബുദ്ധിമുട്ടുണ്ടാകരുത്. പുതിയ നിയമം അനുസരിച്ച് വഖഫ് ബോർഡുകളിൽ നിയമനം നടത്തരുതെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. അതിനെ തുടർന്ന് അമുസ്ലിങ്ങളെ തൽക്കാലം നിയമിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. 5 ഹർജികൾ ഒഴികെയുള്ള ഹർജികൾ തീർപ്പാക്കിയതായി കണക്കാക്കുന്നുവെന്ന് കോടതി വ്യക്തമാക്കി. വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ച ക്രിസ്ത്യൻ സംഘടനയായ കാസ സുപ്രീം കോടതിയിൽ. വഖഫ് ഭേദഗതി നിയമം മുൻപ് നിവാസികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമെന്ന് വ്യക്തമാക്കിയാണ് കാസ കോടതിയെ സമീപിച്ചത്. വഖഫ് നിയമത്തിന്റെ ദുരുപയോഗം സുപ്രീം കോടതിയിൽ തുറന്നുകാട്ടാൻ തയ്യാറാണെന്നും കക്ഷിചേരാനുള്ള അപേക്ഷയിൽ കാസ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് നിയമത്തെ പിന്തുണച്ച് സുപ്രീം കോടതിയെ സമീപിക്കുന്ന ആദ്യ സംഘടനയാണ് കാസ. വഖഫ് ഭേദഗതി നിയമം മുൻപ് നിവാസികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. മുൻപത്തെ ഭൂമി വഖഫ് ഭൂമിയല്ലെന്നും കക്ഷിചേരൽ അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതേസമയം പുതിയ വഖഫ് നിയമം മുൻപ് നിവാസികൾക്ക് പ്രയോജനം ചെയ്യുകയില്ല എന്ന് നിയമവിരുദ്ധരും ചൂണ്ടിക്കാട്ടുന്നു. ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യയിൽ അതിവേഗം മുന്നേറുകയാണ് ഇന്ത്യ. ഈ മേഖലയിൽ ശക്തരായ അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ നിരയിൽ സ്വന്തമായൊരിടം സൃഷ്ടിക്കുകയാണ് ഇന്ത്യ. DRDO വികസിപ്പിക്കുന്ന പുതിയ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ധ്വനി ഇന്ത്യയെ ലോകശക്തിയാക്കുവാൻ പോകുന്നതാണ്. പോർമുനകളെ ഹൈപ്പർസോണിക് വേഗതയിൽ ശബ്ദത്തേക്കാൾ 5 മടങ്ങ് വേഗതയിൽ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതാണ് ഇത്തരം സംവിധാനം. DRDO വികസിപ്പിക്കുന്ന ധ്വനിയുടെ പൂർണ്ണ മാതൃക കഴിഞ്ഞ എയ്റോ ഇന്ത്യ പ്രതിരോധ മേളയിൽ പ്രദർശിപ്പിച്ചിരുന്നു. ധ്വനിയെപ്പറ്റി പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം ഇതിന് 6500 മുതൽ 10,000 കിലോമീറ്റർ വരെ
വരെ ദൂരപരിധി ഉണ്ടാകുമെന്നാണ്. എന്നുവെച്ചാൽ ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ചാൽ ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവ കൂടാതെ വടക്കൻ അമേരിക്കയുടെ ചില പ്രദേശങ്ങൾ വരെ ആക്രമണം നടത്താൻ സാധിക്കുമെന്നാണ് സാരം. പരമ്പരാഗത പോർമുനകൾക്ക് പുറമെ ആണവ പോർമുനകളെയും വഹിക്കാനുള്ള ശേഷി ധ്വനിക്കുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഷൂട്ടിങ്ങിനിടയിൽ ലഹരി ഉപയോഗിച്ച നടൻ മോശമായി പെരുമാറിയെന്ന നടി വിൻസി അലോഷ്യസിന്റെ പരാതി ഗൌരവമുള്ളതാണ് എന്നും സർക്കാർ അന്വേഷിക്കുമെന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. ഇത്തരം സന്ദർഭങ്ങളിൽ പ്രതികരിക്കുകയും നിയമപരമായ പരിഹാരത്തിന് ധൈര്യപൂർവ്വം നിലപാട് സ്വീകരിക്കുകയും ചെയ്ത നടിയുടെ സമീപനം സ്വാഗതാർഹവും അഭിനന്ദനാർഹവുമാണെന്ന് മന്ത്രി പറഞ്ഞു. സിനിമാ മേഖലയിലെ നിയമവിരുദ്ധ ലഹരി ഉപയോഗം സംബന്ധിച്ച് ശക്തമായ പ്രതിരോധം സിനിമാ മേഖലയ്ക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകേണ്ടതുണ്ടെന്നും അതിനായി സിനിമാ പ്രവർത്തകർ സർക്കാർ സംവിധാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ ജാമ്യത്തിൽ വിട്ടു. കഴിഞ്ഞ ദിവസം സിനിമാ നടൻ ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയതിനെ തുടർന്ന് ചോദ്യം ചെയ്യലിലാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചത്. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ. യുഎഫ കപ്പ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ആഴ്സണലും ഇന്റർ മിലാനും PSG-യും ബാഴ്സലോണയും സെമിഫൈനലിൽ പ്രവേശിച്ചു. രണ്ടാം പാദ ക്വാർട്ടർ ഫൈനലിൽ റയൽ മാഡ്രിഡിനെ 1-2 ഗോളുകൾക്കാണ് ആഴ്സണൽ കീഴടക്കിയതെങ്കിൽ ഇന്റർ മിലാൻ ബയേൺ മ്യൂണിക്ക് മത്സരം സമനിലയിൽ കലാശിച്ചു. ആദ്യ പാദ ക്വാർട്ടറിലെ വിജയത്തിന്റെ ബലത്തിൽ അഗ്രിഗേറ്റഡ് സ്കോറിൽ മുന്നിലെത്തിയ ഇന്റർ സെമി ടിക്കറ്റ് എടുക്കുകയായിരുന്നു. സെമിഫൈനലിൽ ഇന്റർ മിലാൻ ബാഴ്സലോണയെ നേരിടുമ്പോൾ PSG ആഴ്സണലിനെ നേരിടും. 2026 ലോകകപ്പ് കളിക്കാൻ ലയണൽ മെസ്സിക്ക് ആഗ്രഹമുണ്ട് എന്ന് വെളിപ്പെടുത്തി ഇന്റർ മിയാമിയിലെ സഹതാരം ലൂയിസ് സുവാരസ്. മെസ്സിയുമായി വിരമിക്കലിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു സുവാരസ്. ദേശീയ ടീമിൽ ഇല്ലാത്തതിനാൽ തനിക്ക് സാധ്യത വിരളമാണ് എന്നും സുവാരസ് കൂട്ടിച്ചേർക്കുന്നു. പക്ഷേ ഇപ്പോഴും തങ്ങൾ തമ്മിൽ വിരമിക്കലിനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്നും സുവാരസ് വ്യക്തമാക്കി. തന്റെ വിരമിക്കലിനെ കുറിച്ചുള്ള ചോദ്യത്തിനും സുവാരസ് മറുപടി പറഞ്ഞു. എത്ര കാലം കളിക്കാൻ കഴിയുമെന്നറിയില്ല, പക്ഷേ കളിക്കാനും മത്സരിക്കാനുമുള്ള ആഗ്രഹത്തിന്റെ ജ്വാല എപ്പോഴുമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത വർഷം ജൂൺ 11 മുതൽ ജൂലൈ 19 വരെ കാനഡ, മെക്സിക്കോ, USA എന്നിവിടങ്ങളിലാണ് ഈ ലോകകപ്പ് നടക്കുക. ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലിൻസ് ഐനാടൻ.